അപ്പോൾ പൊന്നൂസ് വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ ഒരു പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് പണി? വേറൊന്നല്ല, ചെമ്മീൻ വൃത്തിയാക്കുന്നു. ചെമ്മീന് വെച്ച് എന്തൊക്കെ ആക്കാൻ പറ്റും? ചെമ്മീൻ വെച്ചിട്ട് നമുക്ക് ചെമ്മീൻ കറി ഉണ്ടാക്കാം. ചെമ്മീൻ കറി എന്ന് വെച്ചാൽ ചെമ്മീനിൻ്റെ അകത്ത് മാങ്ങ ഇട്ടിട്ട് കറി വെക്കാം, മുരിങ്ങക്കായ ഇട്ടിട്ട് തേങ്ങ അരച്ച് കറി വെക്കാം, പിന്നെ ചെമ്മീൻ മുളക് ഇട്ടിട്ട് വെക്കാം, പിന്നെ ചെമ്മീൻ പൊരിക്കാം. പിന്നെ ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണല്ലോ, ഞാനൊഴിച്ച്. പിന്നെ ചെമ്മീൻ കൊണ്ട് നമുക്ക് മസാലയാക്കിയിട്ട് ചെമ്മീനപ്പം ഉണ്ടാക്കാം, ചെമ്മീൻ സമൂസ ഉണ്ടാക്കാം, പിന്നെ ചെമ്മീൻ കൊണ്ട് നരിപ്പടമില്ലേ, അതുണ്ടാക്കാം. അങ്ങനെ കുറേ നമ്മൾ പെണ്ണുങ്ങൾ വിചാരിച്ച കുറേ സംഭവം ആക്കി എടുക്കാം അവരെ. പക്ഷെ ഇത് എനിക്കുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ ഞാൻ വൃത്തിയാക്കലും വളരെ കുറവാണ്. ഇവിടെ ദീദിയാണ് ചെയ്ത് തരാറ് മിക്കവാറും. ദീദി ഇപ്പം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നത്. ചെമ്മീൻ വൃത്തിയാക്കുമ്പോൾ എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ചെമ്മീൻ ഞാൻ കഴിക്കുകയും ചെയ്യൂല, പക്ഷെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. നമുക്ക് ഉണ്ടാക്കി തരാറില്ലേ? ഉണ്ടാക്കി തരാറുണ്ട്. ഞാൻ അപൂർവമായിട്ടേ മേടിക്കാറുള്ളൂ, ഇഷ്ടമാണെങ്കിലും അപൂർവമായിട്ട് മേടിക്കും. പിന്നെ ഇവിടെ താഴെ ഇരുന്ന് തന്നെ എടുത്ത് ശല്യം ചെയ്യുന്നുണ്ട് അവന് കൊടുക്കാൻ. പക്ഷെ പച്ചയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ഞാനിപ്പോൾ ചെമ്മീൻ ഇത് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഞാൻ മുളകൊക്കെ തിരുമ്മി അവിടെ എടുത്ത് വെക്കും. ഇതിൻ്റെ ചെമ്മീൻ ഭ്രാന്തി എന്ന് പറയാം. ചെമ്മീൻ ഭ്രാന്തി വരും വൈകുന്നേരം, ക്ലാസ്സും ജോലിയും ഒക്കെ കഴിഞ്ഞിട്ട് വരും. അപ്പോൾ അവൾ വന്നിട്ട് ബാക്കി ഇതിനെ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് എടുക്കും. അവൾക്ക് ഇഷ്ടം എന്താണോ അത് ചെയ്യും. ഞാനിപ്പോൾ ഇത് വെട്ടി വൃത്തിയൊക്കെ ആക്കി, വെട്ടലല്ല കേട്ടോ, തൊലി പൊളിച്ചെടുക്കാറാണ് പതിവ്. സാധാരണ മീൻ വെട്ടുന്നത് പറഞ്ഞ് ഇതായി. അപ്പോൾ തൊലിയൊക്കെ പൊളിച്ച് ഇതിൻ്റെ അകത്തൊരു പാമ്പൊക്കെ ഉണ്ടാകും. നമ്മൾ അതിനെയൊക്കെ വലിച്ചെടുത്ത് കളഞ്ഞ് പിന്നെ മുളകും മഞ്ഞപ്പൊടിയും ഉപ്പും പിന്നെ തിരുമിയിട്ട് ഞാൻ അവിടെ ഫ്രിഡ്ജിൽ വെക്കും. അപ്പം ബാക്കിയൊക്കെ അവളുടെ ഇഷ്ടം പോലെ അവൾ ചെയ്തോട്ടെ. എന്നിട്ട് നിങ്ങൾ 3 പേരും കഴിച്ചോ. ശല്യം ചെയ്യുന്ന ആളിതാ പുറത്ത് ഉണ്ട് കേട്ടോ, എൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അവക്കും പൊരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഇട്ടിട്ട് ചോറൊക്കെ കൊടുക്കും നമ്മൾ. കൊണ്ട് ഉണ്ടാക്കുന്നതിലേ നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഭവം എന്താ? ചെമ്മീൻ കൊണ്ടുണ്ടാക്കുന്നതിനോ? നരിപ്പടം. എനിക്ക് 2 ഇഷ്ടമാണ്, പൊരിച്ചതും നരിപ്പടവും. ഏറ്റവും കൂടുതൽ ഏതാ? ഏറ്റവും കൂടുതൽ എനിക്ക് നരിപ്പടാണ് ഇഷ്ടം. അത് നോമ്പൊക്കെ ആവുന്ന സമയം ഞാൻ അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചടങ്ങാറാക്കും, ഉമ്മ ഇന്നെന്താ കടി എന്ന് വെച്ചിട്ട്. നരിപ്പട ആക്കാൻ നമ്മൾ സാധാരണ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിച്ചപ്പ് ഇതൊക്കെ ഇട്ട് വഴറ്റി മസാലയാക്കും കേട്ടോ. എന്നിട്ട് ആ മസാലയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നരിപ്പടം. അപ്പം ഡീറ്റെയിൽസ് കൂടുതൽ ഇങ്ങനെ ചെറിയ രീതിയിൽ പറഞ്ഞു തന്നു കേട്ടോ. അതിന് നമ്മൾ ആക്കുമ്പോൾ വിശദമായിട്ട് പറഞ്ഞുതരും. അപ്പം ഇവിടെ എല്ലാവർക്കും ചെമ്മീൻ നല്ല ഇഷ്ടമായതുകൊണ്ട് പിന്നെ വേറെ ഒന്നുണ്ട്, കല്ലുമ്മക്കായ. ചെമ്മീനും ചക്കക്കുരുവും കൂടി ഇട്ടിട്ട് കറി വെക്കാം കേട്ടോ. ഒരു കഷ്ണം മാങ്ങയൊക്കെ ഇട്ട് നല്ലപോലെ തേങ്ങയൊക്കെ അരച്ച് ചേർത്ത് അതും ഒരു കറിയാണ്. അത് നല്ല സൂപ്പർ കറിയാണ് അത്. പക്ഷെ ചക്കക്കുരു നമ്മൾ ടൗണിൽ ജീവിക്കുന്നതുകൊണ്ട് ചക്കക്കുരു ഒന്നും നമുക്ക് വിചാരിച്ച രീതിയിൽ കിട്ടണമെന്നില്ലല്ലോ. അപ്പം നമുക്കിപ്പോൾ തൽക്കാലം ആഗ്രഹം ഉള്ളിൽ വെച്ചിട്ട് നടത്താം. മനം നോക്കിക്കൊണ്ടേ ഇരിക്കുക. ചക്കക്കുരു കിട്ടുന്ന സമയത്ത് പച്ചച്ചെമ്മീനിട്ട് ചക്കക്കുരു ഇട്ടിട്ട് കറി വെക്കാം, മാങ്ങ. അപ്പോൾ ചെമ്മീൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഉപ്പിട്ട് കൊടുത്തു, കാശ്മീരി മുളക്, കാശ്മീരിൽ പോയ മുളക് പൊടി. അടുത്തത് മഞ്ഞൾപ്പൊടി, കറിവേപ്പില. ഇതെല്ലാം കൂടെ തിരുമ്മിയിട്ട് ഞാൻ അവിടെ എടുത്തു വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ അവൾ വന്നിട്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്ത് തിന്നോട്ടെ.
അപ്പം അതിൻ്റെ അകത്തൊന്നും ഞാൻ ഇടപെടുന്നില്ല, അതൊക്കെ അവരുടെ കാര്യം. പൊന്നുവിന് ചെമ്മീൻ കഴിക്കാത്തതിൻ്റെ വിഷമമൊന്നുമില്ലേ? ഇല്ല ഇല്ല, എനിക്ക് ചെമ്മീൻ അങ്ങനത്തെ ഒന്നും തന്നില്ല, ഒരു കുഴപ്പമില്ല. എനിക്കിതാ ഇച്ചിരി ഉണക്ക മീൻ കിട്ടിയാൽ മതി, ഞാൻ കഞ്ഞി കുടിക്കും. അപ്പോൾ ഈ വീഡിയോയും ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഓൾ എന്ന ഓപ്ഷനും കൂടി അടിക്കാൻ മറക്കരുത്. വ്ളോഗും കൂടി കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ. ടാറ്റാ.